ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒറിജിനും ഡെവലപ്മെൻറ്റും. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഹ്യൂമൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം മുതലേ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. അന്ന് ആളുകളുടെ സോഷ്യൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരുന്നതെങ്കിൽ ഇന്ന് എക്കണോമിക് വൈസായിട്ട് ആണ് ഈ ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ എക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ്, ഒരു മോഡേൺ കോൺസെപ്റ്റിൽ നമ്മൾ ഈ ഒരു കോപ്പറേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ നോക്കിക്കാണുന്നത്. ദാറ്റ് മീൻസ് കോപ്പറേഷൻ മീനിങ് പറയുകയാണെങ്കിൽ വർക്ക് ടുഗദർ, ലിവ് ടുഗദർ, അതായത് ആളുകൾ തമ്മിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോഓപ്പറാറി എന്ന് പറഞ്ഞ ടേമിൽ നിന്നാണ്. കോഓപ്പറാറി മീൻസ് വർക്ക് ടുഗദർ. അപ്പം നമ്മൾ ഒരുപാട് പേഴ്സൺസ് ഈ കോഓപ്പറേഷന് ഡെഫിനിഷനുമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഡെഫിനിഷനിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ വർക്ക് ടുഗദർ ആൻഡ് കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമൺ പർപ്പസ്, ഈ ടോപ്പിക്ക് മാത്രമാണ്. അപ്പം നമ്മളോട് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ നോക്കാം. പിന്നെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബേസിക് ടേംസിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് വേൾഡ് വൈഡായിട്ട് ഈ ഒരു കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ് വന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മീൻസ് നമുക്ക് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വന്നു. അതായത് നമ്മളുടെ വേൾഡ് ഒരു ബിസിനസ് കോൺസെപ്റ്റിലേക്ക് കൺവേർട്ടായി. ബിസിനസ് കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് അവിടെ ക്യാപിറ്റലിസം വളരും. ക്യാപിറ്റലിസം വളരുന്ന സമയത്ത് ഒരു മുതലാളിത്തവൽക്കരണത്തിലേക്കാണ് നമ്മളുടെ സൊസൈറ്റി മൂവ് ചെയ്യുക. ആ സമയത്ത് എംപ്ലോയീസൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷന് ഫേസ് ചെയ്യേണ്ടി വന്ന സമയത്ത് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ സംഘടിച്ച് ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മളുടെ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് കോഓപ്പറേഷൻ ഈസ് എ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് പറയണത്. ഇംഗ്ലണ്ടിലാണ് നമ്മൾ അതിൻ്റെ ഒറിജിൻ കണക്കാക്കുന്നതെങ്കിലും ഒരുപാട് ഡെക്കേഡ്സിന് മുൻപേ തന്നെ വേൾഡ് വൈഡ് ആയിട്ട്, അതായത് പ്ലേസുകളൊന്നും എവിടെ നോട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അവിടെ വീവേഴ്സ്, നെയ്ത്തുകാരുടെ ഒരു യൂണിറ്റിലാണ് ഈ ഒരു പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 18th സെഞ്ച്വറിയുടെ മധ്യകാലഘട്ടത്തിലും 19th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലുമാണ് ഏറ്റവും കൂടുതൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. ഈ സെഞ്ച്വറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന് മുൻപേ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും ഒരുപാട് പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ഇത് ഡിഫൈൻ ചെയ്തത്, ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, ദെൻ കോപ്പറേഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കാൽവേർട്ട്, CR ഫേ, പ്രൊഫസർ പോൾ ലംബർട്ട്, അതുപോലെ ഒരുപാട് പേഴ്സൺസ് നമ്മളുടെ കോഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസിയാണ്. എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് സെയിം ആയിരിക്കും. അതായത് വർക്ക് ടുഗദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമൺ പർപ്പസ്, സോഷ്യൽ വെൽഫെയർ, ഈ ടേമുകളൊക്കെയാണ് എല്ലാ ഡെഫിനിഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാവരും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോഓപ്പറേഷൻ്റെ പർപ്പസ് എന്താണ്? കോമൺ ആണ് എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എക്സാംസിന് ചോദിച്ചതാണ് കോഓപ്പറേഷൻ. നമുക്ക് എല്ലാത്തിനും ഒരു സ്ലോഗൻ ഉണ്ടാവും അല്ലേ? എല്ലാ കേസിലും അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന സ്ലോഗൻ എന്താണെന്ന് വെച്ചാൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അതായത് ഇതിനകത്ത് ഈ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്പെഷ്യൽ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടായ്മേനെയാണ് നമ്മൾ എന്ത് പറയുക? കോഓപ്പറേഷൻ എന്ന് പറയണത്. ഓക്കെ, സ്ലോഗൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേഷൻ ആണ്. ഒത്തിരി എക്സാംസിനൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 1-2 എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കോപ്പറേഷൻ മീൻസ് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുക? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്.
ദാറ്റ് മീൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ റിട്ടയർഡ് പേഴ്സൺസിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ നെയിം പോലെ തന്നെ അതിലുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുള്ള വീക്കർ സെക്ഷനിലുള്ള ആളുകളുടെ എക്സ്പ്ലോയിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസ് ഒത്തിരി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്തതെന്ന്. ഓക്കെ, then it is a voluntary association. That means സ്വമേധയാ ആളുകൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പായിട്ട് മാറിയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇതിലേക്ക് നമ്മൾ ആരെയും എന്ത് ചെയ്യുന്നില്ല, കമ്പൽസറി മെമ്പർ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ആളുകൾ വോളണ്ടറിലി ആണ് ഈ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. Then it is a democratic organization. That means നമ്മളുടെ കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ നമ്മൾ എലക്ഷൻസ് നടത്തുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത് എല്ലാം ഡെമോക്രാറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ മെമ്പേഴ്സും അത് ഓക്കെ പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ എല്ലാ പേഴ്സൺസും അഗ്രി ചെയ്താലും മാത്രമേ അവിടെ ഒരു ഡിസിഷൻ എന്താക്കുന്നുള്ളൂ, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. ദെൻ സർവീസ് മോട്ടീവാണ്. അതായത് കോ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എയിം പറയുന്നത് ടു സെർവ് ദ സൊസൈറ്റിയാണ്. അതായത് അവർ പ്രോഫിറ്റ് എയിം ചെയ്യുന്നുണ്ടെങ്കിലും സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതിൽ കൂടെയാണ് അവർ ആ പ്രോഫിറ്റ് എയിം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവരുടെ മിയർ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല, ടു സെർവ് ദ സൊസൈറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആയിട്ടിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഡിസിഷൻ എടുക്കുന്ന കേസിലായിരിക്കോട്ടെ, അവർക്ക് റിവാർഡ് കൊടുക്കുന്ന എക്കണോമിക് റിവാർഡ് കൊടുക്കുന്ന കേസിലാണെങ്കിലൊക്കെ അവർക്ക് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസിൽ. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആയിട്ടിരിക്കുന്ന ആളുകൾ അവരെത്ര വോട്ടാണോ എടുത്തിരിക്കുന്നത്, അപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ആണെങ്കിൽ അവർ 10 ഷെയർസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വോട്ട് ചെയ്യാനായിട്ട് പറ്റും? 10 വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ നമ്മൾ എത്ര ഷെയർ എടുത്തിട്ടും കാര്യമില്ല, ഒരാൾക്ക് ഒരു മെമ്പറിന് ഒരു വോട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതാണ് ഇക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി. അതേപോലെ തന്നെ അവർക്ക് എക്കണോമിക് റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാവരെയും നമ്മൾ ഈക്വൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ദെൻ കോ-ഓപ്പറേഷൻ ഈസ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Then cooperative society has separate legal entity. That means അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആൻഡ് 1912 പ്രകാരമാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ.